ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എംകോം വിദ്യാർത്ഥികൾക്ക് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിൽ കഴിഞ്ഞ 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: എ പ്രോജക്റ്റ് വിൽ കോസ്റ്റ് ₹4 lakh. ഇറ്റ്സ് എക്സ്പെക്ടഡ് ലൈഫ് വുഡ് ബി 5 years. ദി കമ്പനി എക്സ്പെക്ട്സ് ഏർണിംഗ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് as follows. First year 1 lakh, second year 1 lakh, third year 1,50,000, fourth and fifth year 2 lakh എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അസ്യൂമിങ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഇസ് 30% ആൻഡ് ഡിപ്രിസിയേഷൻ ഓൺ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കാൽക്കുലേറ്റ് ARR എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ARR കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ARR is equal to ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ARR കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്ന ഇൻകം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യനിൽ തന്ന ഇൻകം എന്താണ്? ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഓക്കെ, അതായത് ARR അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവറേജ് ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്? ഇൻകം ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ ആണ് വേണ്ടത്. ഓക്കെ, ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ. അതിന് നമ്മുടെ ക്വസ്റ്റനിൽ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്, ഡിപ്രിസിയേഷനും തന്നിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണ്. നമ്മുടെ മൊത്തം കോസ്റ്റ് വരുന്നത് എത്രയാണ്? മൊത്തം കോസ്റ്റ് വരുന്നത് ഇവിടെ 4 lakh ആണ്. ഓക്കെ, അതായത് 4 lakh ഡിവൈഡ് ബൈ 5 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രിസിയേഷൻ 80,000 എന്ന് കിട്ടും. ഓക്കെ, മൊത്തം കോസ്റ്റിന് എത്രയാണോ നമ്മുടെ ലൈഫ് ഓഫ് ദി പ്രോജക്റ്റ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 80,000 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ജസ്റ്റ് നമ്മൾ ആഫ്റ്റർ ടാക്സ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ഏർണിംഗ്സ് അല്ലെങ്കിൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഒന്നാമത്തെ കോളം നമ്മൾ ഇയർ കൊടുക്കുന്നു 1 to 5 വരെ. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഏർണിംഗ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റനിൽ തന്നത്. ഒന്നാമത്തെ വർഷം 1 lakh, രണ്ടാമത്തെ വർഷം 1 lakh, മൂന്നാമത്തെ വർഷം 1,50,000, then next 2 lakh, then last year also 2 lakh. ഇതാണ് ക്വസ്റ്റനിൽ തന്നത്. അടുത്ത കോളത്തിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കാണിക്കുന്നു, അതായത് നമ്മളിപ്പോൾ കണ്ടെത്തിയ ഡിപ്രിസിയേഷൻ 80,000. then നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സിൽ നിന്നും എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സിൽ നിന്നും ഈ ഒരു ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുന്നു. അപ്പൊ 1 lakh 80,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 20,000 കിട്ടും. then അടുത്ത 1 lakh 80,000 കുറച്ച് കഴിഞ്ഞാൽ 20,000. 1,50,000 നിന്നും 80,000 കുറച്ച് കഴിഞ്ഞാൽ 70,000. 2 lakh നിന്നും 80,000 കുറച്ച് കഴിഞ്ഞാൽ 1,20,000. 2 lakh 80,000 കുറച്ച് കഴിഞ്ഞാൽ ഓൾസോ 1,20,000. ഓക്കെ, then അടുത്ത കോളത്തിൽ നമ്മൾ ടാക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ടാക്സ് അറ്റ് 30% ആണ് ടാക്സ് വരുന്നത്. അപ്പൊ 30% കാണുന്നു, അതായത് 20,000ന്റെ 30% എന്ന് പറയുമ്പോൾ എത്ര വരും? 6,000. ഇവിടെ വീണ്ടും 6,000 വരും. then 70,000ന്റെ 30% എന്ന് പറയുമ്പോൾ 21,000. then 1,20,000ന്റെ 30% എന്ന് പറയുമ്പോൾ 36. then again 36 എന്നുള്ള രൂപത്തിൽ വരും. അതിനുശേഷം നമ്മൾ ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിപ്രിസിയേഷൻ, ഓക്കെ, ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ 20,000 നിന്നും 6,000 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 14,000. അടുത്തതും 14,000 വരും. നെക്സ്റ്റ് 70,000, 21,000, 49. then 1,20,000 നിന്നും 36 കുറച്ച് കഴിഞ്ഞാൽ 84,000. ഇവിടെയും 84,000. ലാസ്റ്റ് 2,40,000 എന്ന് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടും. ടോട്ടൽ റിട്ടേൺസ് അല്ലെങ്കിൽ ഇൻകം നമുക്ക് കിട്ടും. നമുക്കിവിടെ കാണുന്നത് ആവറേജ് ഇൻകം ആണ്. അതായത് ആവറേജ് ആനുവൽ ഇൻകം കാണുന്നത് എങ്ങനെയാണ്? ടോട്ടൽ എത്രയാണോ ഇൻകം വരുന്നത്, ടോട്ടൽ 2,45,000 ആണ്. അതിനെ നമ്മുടെ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 49,000 എന്ന് ആവറേജ് ഇൻകം കിട്ടും. ഇനി അതേപോലെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയണം. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ 2 ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ 4 lakh ആണ്, സ്ക്രാപ്പ് ഇല്ല. അപ്പൊ ഡിവൈഡ് ബൈ 2 lakh എന്ന് നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. അപ്പൊ നമ്മൾ ARRന്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ARRന്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100 ആണ്. അതായത് 40,000 ഡിവൈഡ് ബൈ 2 lakh കണ്ടു കഴിഞ്ഞാൽ 2 lakh ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ 24.5% എന്ന് നമുക്ക് ARRന്റെ എമൗണ്ട് കിട്ടും. ARRന്റെ പെർസെന്റേജ് കിട്ടും. ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.